അപ്പോൾ ഇന്ന് നമ്മൾ നല്ലൊരു ബീറ്റ്റൂട്ട് അച്ചാറിൻ്റെ റെസിപ്പിയാണ് പരിചയപ്പെടുത്തുന്നത്. അതിനായിട്ട് ബീറ്റ്റൂട്ട് ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് വെളുത്തുള്ളിയും പച്ചമുളകും നടുവേ കീറി എടുത്തിട്ടുണ്ട്. ഇനി ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ചട്ടി ചൂടാക്കി കഴിഞ്ഞപ്പോൾ നല്ലെണ്ണ ഒഴിച്ച് കൊടുത്തു. ഇനി അതിലേക്ക് കടുക് ഇട്ട് കൊടുത്തു, ഉലുവായും ഇട്ട് കൊടുത്തു. അത് രണ്ടും പൊട്ടിയതിന് ശേഷം അതിലേക്ക് നമ്മുടെ വെളുത്തുള്ളിയും ഒക്കെ ഇട്ട് കൊടുത്തു. അത് നന്നായിട്ട് മൂത്തപ്പം തീ ഒന്ന് കെടുത്തി കൊടുത്തതിന് ശേഷം അതിലേക്ക് നമ്മുടെ 2 സ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, ഒരു ചെറിയൊരു കട്ട കായം ചേർത്ത് കൊടുത്തു. ഇനി ഇത് നന്നായിട്ടൊന്ന് മൂത്തതിന് ശേഷം മാത്രമേ നമ്മൾ തീ ഇട്ട് കൊടുക്കുന്നുള്ളൂ. ഇനി നമ്മളിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തു. ഇനി നമ്മൾ തീ കത്തിച്ച് കൊടുക്കുകയാണ്. അതിന് ശേഷം അതിലേക്ക് നമ്മുടെ ബീറ്റ്റൂട്ട് ചേർത്ത് കൊടുത്തു. ഇനി നമ്മൾ അതിലേക്ക് ചെറിയ ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാരങ്ങയുടെ നീരാണ്. വിനാഗിരിക്ക് പകരം നമ്മൾ നാരങ്ങയുടെ നീര് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, സിമ്പിളായിട്ടുള്ള ബീറ്റ്റൂട്ട് അച്ചാർ. എന്നാൽ വളരെ രുചികരവുമാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.